എല്ലാവർക്കും തിങ്സ് അറൗണ്ട് യുവിലേക്ക് സ്വാഗതം. പുതുപുത്തൻ ആശയങ്ങൾ, അവസരങ്ങൾ, ഉൽപ്പന്നങ്ങൾ, സേവനങ്ങൾ, സംരംഭങ്ങൾ ഇതെല്ലാം നിങ്ങളിലെത്തിക്കുവാനും ഇത് നൽകുന്ന വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുവാനും തിങ്സ് അറൗണ്ട് യു എന്ന ഞങ്ങളുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വ്യത്യസ്തവും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതുമായ എന്തെങ്കിലും നിങ്ങളിലുണ്ടോ? അത് നിങ്ങൾക്ക് എല്ലാവരിലും എത്തിക്കണമെന്നുണ്ടോ? എങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഈ വീഡിയോ മുഴുവൻ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുധീഷ് പെരുമ്പോടത്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ വടക്കം പറവൂരുള്ള കെടാമംഗലം എന്ന സ്ഥലത്താണ്. ഈ കെടാമംഗലത്ത് പെരുമ്പോടത്ത് എന്നുള്ള ഒരു നായർ തറവാടുണ്ട്. ആ തറവാടിൻ്റെ പരദേവതാ ക്ഷേത്രമായ പെരുമ്പോടത്ത് അന്നപൂർണേശ്വരി ദേവി ക്ഷേത്രത്തിൻ്റെ അങ്കണത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ക്ഷേത്രത്തെ പറ്റിയുമൊക്കെ പറയാനാണെന്ന്. എന്നാൽ അങ്ങനെയല്ല. എൻ്റെ കയ്യിലൊരു കൗതുകമുണ്ട്, അത് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഒറിജിനൽ രുദ്രാക്ഷവും ഈ രുദ്രാക്ഷത്തിൻ്റെ മരവുമാണ്. ഇതാണ് രുദ്രാക്ഷം കായ്ക്കുന്ന മരം. രുദ്രാക്ഷം എന്നുള്ളതിൽ രുദ്ര എന്നത് മഹാദേവനും ഷം എന്നുള്ളത് കണ്ണുമാണ്. അതായത് മഹാദേവൻ്റെ കണ്ണ് എന്നർത്ഥം. പുരാതന കാലം മുതൽക്കേ നമ്മുടെ ഭാരതത്തിൻ്റെ ഋഷിവരന്മാർ രുദ്രാക്ഷം ധരിക്കാറുണ്ട്. അത് ഭക്തിയുടെയും ശുദ്ധിയുടെയും ഒപ്പം ഇത് ഒരു ഔഷധമായും അവർ കരുതിയിരുന്നു. പിന്നെ ഈ രുദ്രാക്ഷം എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനൊരു കഥയുമുണ്ട്. പണ്ട് ത്രിപുരൻ എന്ന ഒരു ദുഷ്ടനായ അസുരൻ ദേവഗണങ്ങളെ തോൽപ്പിച്ച് ഏകാധിപതിയായി മാറി. അപ്പോൾ ആ വിഷമത്തിൽ നമ്മുടെ ദേവന്മാരെല്ലാവരും കൂടി മഹാദേവൻ്റെ അടുത്ത് ചെന്ന് അവരുടെ സങ്കടം അറിയിച്ചു. ഇത് കേട്ട മഹാദേവൻ കണ്ണടച്ചുകൊണ്ട് ഇതിനുള്ള പരിഹാരം എന്ത് എന്ന് ആലോചിച്ചിരുന്നു. പക്ഷേ 1000 വർഷങ്ങൾക്ക് ശേഷമാണ് മഹാദേവൻ പിന്നീട് കണ്ണു തുറന്നത്. ആ സമയം മഹാദേവൻ്റെ കണ്ണിൽ നിന്ന് അശ്രുബിന്ദുക്കൾ ഭൂമിയിൽ വീണു. ഈ ഭൂമിയിൽ വീണ ബാഷ്പബിന്ദുക്കളിൽ നിന്ന് ഉണ്ടായതാണ് രുദ്രാക്ഷമരങ്ങൾ. ഈ രുദ്രാക്ഷമരത്തിൽ നിന്ന് 38 തരം രുദ്രാക്ഷങ്ങൾ ഉത്ഭവിച്ചു. ഇത് 38 ആണോ, ചിലർ 32 ആണോ എന്നുള്ള ഒരു സംവാദവും ഇവിടെ നടക്കുന്നുണ്ട്. ഇത് ഒരു രുദ്രാക്ഷമാണോ എന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സംശയമുണ്ടാവും. എന്നാൽ ഇതാണ് യഥാർത്ഥ രുദ്രാക്ഷം. ഇതിൻ്റെ സ്കിന്ന് കളഞ്ഞ് നമുക്ക് രുദ്രാക്ഷം കാണാം. ഞാൻ ഇതിൻ്റെ രുദ്രാക്ഷം കായ്ച്ചു നിൽക്കുന്നത് കാണിക്കുക. അപ്പം നമുക്ക് വീണ് കിടക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൻ്റെ സ്കിന്ന് നമുക്കൊന്ന് കളഞ്ഞു നോക്കാം. കണ്ടോ, കാരയ്ക്ക, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, കാരയ്ക്ക പോലെയാണ് ഇതിൻ്റെ സ്കിന്ന്. ഇപ്പോൾ കൈയും കൊണ്ടാണ് ഞാൻ കളയുന്നത്. എത്രത്തോളം കാണാൻ പറ്റുന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് കാണാം. ഇത് എത്ര മുഖമാണെന്ന് നോക്കാം. 1 2 3 4 5 മുഖം. ഇത് ഇപ്പോഴും നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഞാനിത് വീട്ടിൽ കൊണ്ടുപോയിട്ട് കഴുകി ശരിക്കും കാണിച്ചു തരാം. അപ്പോൾ ചിലതിൽ 5 മുഖമാണെങ്കിലും ചിലത് 4 മുഖം. ഞാൻ ഇതിനു മുമ്പ് ഒരെണ്ണം എടുത്തത് 4 മുഖമാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്കും കൂടി പറക്കാം. നമുക്കിത് 2-3 കൂടി നോക്കാം. യെസ്, ഇത് 4 മുഖമാണ്. 1 2 3 4.
ഇതും ഇപ്പോഴും ശരിക്കും നിങ്ങൾക്ക് വ്യക്തമായി കാണില്ല എന്ന് എനിക്കറിയാം. ഞാനിത് കഴുകുമ്പോൾ കറക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇവിടെ അമ്പലക്കുളമുണ്ട്, അമ്പലക്കുളത്തിലൊന്ന് കഴുകി നോക്കാം. വരും. ക്ലീനായെങ്കിലും ഇതിൻ്റെ മാംസമൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ കൈ കൊണ്ട് എത്രത്തോളം ഒരു പിന്നെടുത്തൊക്കെ ക്ലീനാക്കിയാലേ ഇത് വ്യക്തമായി കാണുള്ളൂ. ഇപ്പോൾ ഏകദേശം ഒരു ക്ലാരിറ്റീന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വീട്ടിൽ പോയിട്ട് ഇത് ക്ലീനാക്കി നമുക്ക് കാണാം. അതിനു മുമ്പായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് അമ്പലം നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാവാം, അടുത്തുള്ളവരുണ്ടാവാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ അമ്പലത്തിൽ വരുമ്പോൾ ക്ഷേത്രത്തിൻ്റെ എല്ലാ മര്യാദകളും പാലിക്കണം. കാരണം ഇന്നിവിടെ വന്ന് കല്ലെടുത്തെറിയുകയോ വടി കൊണ്ട് എറിയുകയോ ഒക്കെ ചെയ്യാതിരിക്കുക. കാരണം അതിന് താഴെ ഹനുമാൻ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പോൾ എന്തിനാണ് നമ്മൾ അനുവാദമില്ലാതെ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറുന്നത്? നിങ്ങൾക്ക് അതിഥിയായി തന്നെ വരാം. എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി വൈകിട്ട് 5:30-ക്കും 7:00-ക്കും ഇടയിൽ ഞങ്ങളിവിടെ 1-ാം തീയതി പൂജയുണ്ട്. അപ്പോൾ ഞങ്ങൾ കുടുംബക്കാരെല്ലാവരും ഉണ്ടാവും. നിങ്ങൾക്ക് വരാം, ഞങ്ങളുടെ അതിഥിയാവാം, ഈ വൃക്ഷം കാണാം, ഫോട്ടോ എടുക്കാം. ഇനി നിലത്ത് കിടക്കുന്നതുണ്ടെങ്കിൽ ഞങ്ങൾ തരാം, ഞങ്ങളുടെ ഉണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങൾക്ക് തരാം. ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെത്തി. കൂടെ 4 രുദ്രാക്ഷം കയ്യിലുണ്ട്. നമുക്കിതൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഓക്കെ. നാല് മുഖമുള്ളതാണ്, കണ്ടോ? 1, 2, 3, 4. ഇനി ഇത് 1, 2, 3, 4, 5. ഇത് 5 മുഖമുള്ളത്, ഒരെണ്ണം 4 മുഖമുള്ളത്. ഇനി 2 കൂടി ഞാൻ ക്ലീൻ ആക്കി. ഇതാ 1, 2, 3, 4 മുഖമുള്ളതാണ്. ഞാൻ ശരിക്കും ക്ലീൻ ആക്കി. നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് കാണാം, ഇത് 4 മുഖമുള്ളതാണ്. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു വ്യത്യസ്തമായ മുഖങ്ങളുള്ള രുദ്രാക്ഷം ഉണ്ടാവുമെന്ന് തോന്നുന്നു. ഇത് നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ്. കാരണം ഇക്കൊല്ലമാണ് ഇതിങ്ങനെ കുലച്ച് നിൽക്കുന്നത്. ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്, പക്ഷേ 1-2 അത് നിലത്ത് കിടന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. ഇപ്പോഴും വൃക്ഷത്തിൽ ഇത് ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊരു കൗതുകമായി തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ വീഡിയോ എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും വിമർശനങ്ങളും കമൻറ്റ് ചെയ്യുക. ഒപ്പം ഞങ്ങളുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. വ്യത്യസ്തമായ ആശയങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.